ഹായ്, സ്റ്റോറി ലൈൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോഴുള്ളത് പിറവത്താണ് കേട്ടോ. ഒരു കൊച്ചു കളിമൈതാനം എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു കളിമൈതാനമൊക്കെയാണ്. പിറവത്തുള്ള ചന്തപ്പുര ഗ്രൗണ്ടാണേ. കുട്ടിക്കാല കളിച്ചിന്തകളൊക്കെ ഒന്ന് ഉണർത്തി വിട്ടേക്കാം. പണ്ടത്തെ നൊസ്റ്റു എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര നൊസ്റ്റു ആണ് അല്ലേ. കണ്ടില്ലേ, ന്യൂജൻ പിള്ളേരൊക്കെ ഇതേ ഇവിടെയാണുള്ളത് കേട്ടോ. ഇപ്പം എത്ര റീലുകളിലും ഷോട്ടുകളിലൊക്കെയാണ് ഈ ഒരു ആമ്പൽപ്പാടം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വൈറലായിട്ടൊരു ആമ്പൽപ്പാടത്താണ് ഞാനിപ്പോൾ ഉള്ളതേ. ഒലിപ്പുറം നെൽവയൽ തീരത്തെ ആമ്പൽപ്പാടത്താണുള്ളത്. ഗ്രാമഭംഗി എന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ. ശനി ഞായറൊക്കെ ഈ ഭാഗത്തേക്ക് വരാനേ പറ്റില്ല, അത്രയ്ക്ക് തിക്കും തിരക്കാം. കണ്ടില്ലേ നെല്ല് വിളഞ്ഞ ഒലിപ്പുറം പാടമൊക്കെ. വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ മൺപാതയിലൂടെയൊക്കെ നടക്കാൻ രസമുണ്ട്. നടക്കാൻ ഏറെ ദൂരമുണ്ട്, എന്നാലും അടിപൊളിയാണ്. അടിപൊളി ലൊക്കേഷനാണ്. കുറച്ച് അധികം നടന്നാലും കുഴപ്പമൊന്നുമില്ല. ജോഗിങ്ങിനൊക്കെ ഇവിടെ വരുന്നവർക്കൊക്കെ അടിപൊളി കേട്ടോ. നടക്കാനുണ്ട്, കാഴ്ചകളുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേട്ടോ, അതായത് ഈ സമയത്താണ് ഇവിടെ ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുക. ഞാൻ കരുതിയതേ വെളുപ്പിന് ആദ്യം എത്തുന്നത് ഞാനായിരിക്കുന്ന. ഇവിടെ വന്നപ്പോഴേ മനസ്സിലായേ, ഒത്തിരി പേര് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. ഇടത്തോട്ടുള്ള റോഡ് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഇതാ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ട് സംഗതി പൊളിച്ച്. കൊയ്ത്ത് തുടങ്ങിയ പാടാണേ. ഇത് കറ്റാന്നല്ലേ ഇതിനെ പറയുന്നത്. കൊയ്ത് കഴിഞ്ഞാൽ ഈ വയ്ക്കോലൊക്കെ കെട്ടുകളാക്കി വയ്ക്കുന്ന സംഭവത്തിന് കറ്റാന്ന് തന്നെയല്ലേ പറയുന്നത്. റെയിൽവേ പാളം അടുത്തുള്ളത് കൊണ്ട് തന്നെ ചൂളം വെളിച്ചെത്തുന്ന ട്രെയിനുകളാണ് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ക്ലീനാണേ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെ ആവട്ടെ. റീലും ഷോർട്സൊക്കെ എടുക്കാനൊക്കെ എത്ര പേരാന്നറിയോ ഇവിടെ തന്നെ. വരുന്നവർക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാതിരുന്നാൽ ഇതൊരു സ്വർഗ്ഗമാവും, അത് ഉറപ്പാണ്. വേണ്ടില്ലേ, കയാക്കിങ്ങും ഉണ്ട്. കയാക്കിങ് ഒക്കെ ഇതിലൂടെ പോവുകയാണെങ്കിൽ ഉഷാറാണ്, ഒന്നും പറയാനില്ല. കയാക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരേട്ടാ.
എന്തുമാത്രം ആമ്പലുകളാണെന്നറിയോ ഇവിടെ വിരിഞ്ഞിരിക്കുന്നത്. ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. കുട്ടികളെയും കൊണ്ട് കുടുംബത്തോടൊപ്പം വരാൻ പറ്റുന്ന ഒരിടമാണ് കേട്ടോ. രാവിലെ തന്നെ വന്നാലാണ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പലൊക്കെ കാണാൻ പറ്റുള്ളൂ. സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആമ്പലൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ട് പിന്നെ അത് വിരിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ വെളുപ്പിനേ പറ്റുള്ളൂ. അതിരാവിലെ തന്നെ വരികയാണെങ്കിൽ ആമ്പൽ വിരിഞ്ഞ് നിൽക്കണ ഈ പാടത്തൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് പോകാം. ആമ്പൽ പാടത്തിലിരുന്ന് ഫോട്ടോ റീലാക്കാൻ വന്നവരാട്ടോ. ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് സേവ് ദ ഡേറ്റ് അവർ മൂടാക്കി കൊടുത്തേ. എങ്ങനെയുണ്ട്? ഈ പിള്ളേരൊക്കെ എന്നേക്കാൾ മുന്നേ വന്നവരാണേ. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വന്നവരാ. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പയ്യൻ വിനായകാണ്. വിനായകൻ്റെ ഫാദറാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. കൂടെയുള്ളവനാണ് ഈ കൂട്ടുകാരനാണ് മോനിത്ത് കൃഷ്ണ. വിനായക് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുകയാണേ. മോഹിത്ത് 8ാം ക്ലാസ്സുകാരനാണ്. ഞാൻ ഈ DJ ഓസ്മോണ്ടൊക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണ കണ്ടിട്ടൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തിയപ്പോഴാണ് ഈ മോഹിത്തിൻ്റെ കയ്യിൽ ഒരു വലിയ ഡ്രോൺ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. DJയുടെ ഫാനാണ്. ഫോട്ടോഗ്രാഫി കമ്പോളവരൊക്കെയാ ചൂണ്ടയിടലും ഫോട്ടോഗ്രാഫിയും. സംഗതി കൊള്ളാലോ. ഈ വിനേഷ് ചേട്ടൻ എനിക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. ഞാനത് FBയിലൊക്കെ ഇട്ടിട്ടുണ്ട്. FBയിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് കാണാം. ഈ ഉച്ച കിടക്കുന്ന ചൂടത്ത് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വെയിലൊരു പ്രശ്നമല്ല കേട്ടോ. അത്രയധികം ദൂരം നടക്കുന്നത് നമ്മൾ അറിയ പോലും ഇല്ലാന്ന് എനിക്ക് തോന്നണേ. അത്രത്തോളം നടന്ന് കണ്ട് കാഴ്ചകളുണ്ടെന്നുള്ളതാണ്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. വെറുതെ അല്ല ന്യൂസിലും റീലൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ഇത്ര ഫേമസ് ആക്കിയതല്ലേ.
മെതിയന്ത്രമാണ്. പണ്ടൊക്കെ എത്രയധികം ആളുകളല്ലേ ദിവസങ്ങളെടുത്ത് കൊയ്തിരുന്നേ. ഇതിപ്പോൾ കണ്ടോ, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ കൊയ്ത് തീർത്ത് പാടം വെടിപ്പാക്കുമല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇടത്തൊക്കെ വരണം കേട്ടോ. ഇതൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് വരണം. ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ കിട്ടിയെന്നിരിക്കും, അത് ഉറപ്പാണ്. എല്ലാ ഫാമിലീസിനെയും ഞാൻ ഇവിടേക്ക് വെൽക്കം ചെയ്യാനേ. 2 മാസം ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊഴിഞ്ഞും ഇതൊക്കെ പോയി, പിന്നെ പൂവില്ലാണ്ടാക്കി ആയിട്ട് ഇവിടെ എല്ലാം വെള്ളം കയറും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിയിട്ട് ഇതെല്ലാം മുങ്ങി പോകുന്നുള്ളതാണ്. പാടം ഏതാണ് വഴി ഏതാണ് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാവുമെന്നാണ് പറയുന്നത്. അത്രത്തോളം വെള്ളം കയറുമെന്നാണ് പറയുന്നത്. റോഡിന് കുറുകെയുള്ള ഈ ഒരു കൊച്ചു റെയിൽവേ പാലത്തിനടുത്ത് വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇവിടേക്കുള്ള വഴി കുറച്ച് റിസ്ക്കാണ്, വഴി മോശമാണ്. അധികം പേര് വരാത്തൊരു വഴിയിലൂടെ ഞാൻ കയറി വന്നു. എങ്കിലും നിങ്ങളെനിക്ക് അടുത്ത് ഇങ്ങനൊരു ട്രെയിൻ പോകുന്നത് കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോകുന്നത് കാണുന്നതൊക്കെ റീലുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ ഒത്തിരി ഈ സ്ഥലം ഒലിപ്പുറം കാഴ്ചകളിൽ ഈ ട്രെയിനിൻ്റെ ഈ വയലിന് അക്കരെ കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാനൊക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയോ. എത്രത്തോളം ഭംഗിയുണ്ട് ഞാൻ എടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ, ട്രെയിനുകളാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളാലോ. ഇപ്പോഴത്തെ തലമുറ കാണാനിടയില്ലാത്തൊരു സംഗതി, വെള്ളം തേവാൻ ഉപയോഗിക്കുന്നൊരു ചക്രമാണ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പഴയ കേരളത്തിൻ്റെ ഗ്രാമഭംഗിയിലേക്ക് നമ്മളൊന്ന് പിന്തിരിഞ്ഞു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളിവിടെ ഒന്ന് വരണം കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണ്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തുവാ അല്ലേ? ശരി ശരി, ഓക്കെ. ഇവിടെയുള്ള കൊച്ചി റെയിൽവേ ഗേറ്റിനടുത്തൊരു ചെറിയൊരു ചായക്കടയുണ്ട്. ചെറിയ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നാരങ്ങയോ ചായയോ ചെറു കടികളോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ചെറിയ കടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പിറവം റോഡാണ് കേട്ടോ. എറണാകുളത്തെ അടിപൊളി ആമ്പൽപ്പാടം, അടിപൊളി ഗ്രാമം. ശരിക്കും ഇവിടെയൊക്കെ വന്ന് ഭയങ്കര കൂളാവും കേട്ടോ.
രാവിലെ തന്നെ വരണമെന്നുള്ളൂ. ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ കൂളാവില്ല, ഹോട്ടാവും. ചൂട് അത്രയ്ക്ക് അധികമാണല്ലോ.